ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓരോ ആഴ്ചകൾ കൂടുമ്പോഴും കണ്ടസ്റ്റൻസിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അത് എവിക്ഷൻ പ്രക്രിയയിലൂടെ പല കണ്ടസ്റ്റൻസും വീടിന് വെളിയിലേക്ക് വരും എന്നുള്ള കാര്യം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം അല്ലേ? അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഇന്നലത്തെ എപ്പിസോഡിൽ, ഇന്നലെ നമുക്കറിയാം വിഷുവാണ്, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ കണ്ടസ്റ്റൻസിൽ നിന്നും എവിക്റ്റ് ആകുന്നത് ആരൊക്കെയാണ്? ജാൻമണി ചേച്ചിയും അതേപോലെ തന്നെ ശരണ്യ ചേച്ചിയുമാണ്. ഇവർ രണ്ടുപേരുമായിരുന്നു ഇന്നലെ എവിക്റ്റ് ആവേണ്ടിയിരുന്നത്. ആ വീട്ടിൽ നിന്നും പുറത്തോട്ടേക്ക് വരേണ്ടിയിരുന്നത് ശരണ്യ ചേച്ചിയും ജാൻമണി ചേച്ചിയുമായിരുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും പല ടാസ്കിലൂടെ എന്നത്തെയും പോലെ തന്നെ ഒരു 4 സൂട്ട് കേസ് വെച്ചു. അതിലെന്ത് ചെയ്തു? അതിൽ സേവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് വെച്ചു. അങ്ങനെ അതിലില്ലാത്തവർക്ക് വീടിന് വെളിയിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അതിൽ നമ്മുടെ ജാൻമണി ചേച്ചിയും ശരണ്യ ചേച്ചിയുമാണ് യോഗ്യത നേടിയവർ. അപ്പം അവരെ വീടിന് വെളിയിലേക്ക് കൊണ്ടുവരണം, അവർ പുറത്തോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ട് പറയുന്നത്, അതായത് വിഷു പ്രമാണിച്ചുകൊണ്ട് ഈ ആഴ്ച എവിക്ഷൻ ഇല്ല. അങ്ങനെ എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജാൻമണി ചേച്ചിയും ശരണ്യ ചേച്ചിയുമായിരുന്നു വീടിന് വെളിയിലേക്ക് വരേണ്ടിയിരുന്നത്. എന്നാൽ വിഷു പ്രമാണിച്ചുകൊണ്ട് എവിക്ഷൻ ഇല്ലാത്തത് കാരണം അവർക്ക് ഇനിയും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഇനി അവരുടെ ഗെയിമിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി അവർക്ക് മുമ്പോട്ടുള്ള ഗെയിമിന് അത് വളരെ പ്രയോജനകരമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവർ വീണ്ടും അവിടെ നിന്നതിൽ, അവർ പുറത്തോട്ടേക്ക് പോവാതിരുന്നതിൽ നിങ്ങൾക്ക് സങ്കടമാണോ അതോ സന്തോഷമാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്ത് തന്നെയായാലും മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി.